മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. എൻ ആശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ വിൻ തേജസ്സിൽ. എൻ ആശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ വിൻ തേജസ്സിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ. കണ്ണിമയ്ക്കും നൊടി നേരത്തിൽ എത്തും ഞാൻ വയൂല തീരത്തിൽ. കണ്ണിമയ്ക്കും നൊടി നേരത്തിൽ എത്തും ഞാൻ വയൂല തീരത്തിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. Praise the Lord. അനുദിനവചനം. Bless those who persecute you, bless and do not curse them. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. റോമാലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനം. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. ആമേൻ. സ്നേഹവാനായ പിതാവേ, ഞങ്ങളെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പ്രഭാതത്തിൽ തിരുമുഖം കണ്ടുണരുവാൻ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. സ്തോത്രം. വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ അത് ഏറ്റെടുത്തനുസരിക്കുന്ന വിശുദ്ധരായി അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അതിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ശത്രുത ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികാരവും വൈരാഗ്യവും വെറുപ്പും ഒക്കെ എല്ലാ മണ്ഡലങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈശ്വരവിശ്വാസികളെന്ന് പറയപ്പെടുന്നവരുടെ ഇടയിൽ. നിരീശ്വരവാദികളെ അവരുടെ വഴിക്ക് അങ്ങ് വിട്ടേ. ബിക്കോസ് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഫൂൾ സേസ് ദെയർ ഇസ് നോ ഗോഡ്. വിഡ്ഢികൾ പറയുന്നു ദൈവമില്ലെന്ന്. അപ്പോൾ അവരെ അവരുടെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക. ഈശ്വരവിശ്വാസിയായ സഹോദര സഹോദരി, കർത്താവ് നിന്നോടാണ് സംസാരിക്കുന്നത്, നമ്മളോടാണ് സംസാരിക്കുന്നത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. ശരിക്കും ഈ തിരുവചനം ആ വചനത്തോട് കൂറു പുലർത്തി ആ വചനം അതേപോലെ ഏറ്റെടുത്ത് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണോ? സ്തോത്രം. വചനത്തിലൂടെ ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത്, മറന്നു പോകരുത്. ദൈവത്തിന് തൻ്റെ മക്കളോട് സംസാരിക്കാനായിട്ട് ഉള്ള ഏക മീഡിയ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ അനുസരിക്കും. റോമാലേഖനം 12-ാം അധ്യായം അത് മുഴുവനും നമ്മുടെ ഈ സാമൂഹ്യ ബന്ധങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് പ്രാക്ടിക്കലായിട്ട് നമ്മളെ ഉപദേശിക്കുന്ന ഒരു പുസ്തകമാണ്.
ഒരധ്യായമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എത്ര പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്? ബൈബിൾ കയ്യിൽ പിടിച്ച് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി ചെന്ന് കയറുന്നത് കോർട്ടിലേക്കാണ്. കൂട്ടായ്മയിലുള്ളവർക്കെതിരെ, ഒരേ സഭയിലുള്ളവർക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് വാദിക്കാനാണ്. ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറയുന്നവന്റെ ഇടയിൽ നടക്കുന്ന വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ജാതികളുടെ മുൻപ് പോയി നിൽക്കുകയാണ്. വരൂ, ഞങ്ങളുടെ പ്രശ്നമൊന്ന് പറഞ്ഞു തീർക്കൂ. കർത്താവിനെ വിഡ്ഢിയാക്കരുത്. യു കോൾ മീ ലോർഡ് ലോർഡ് ആൻഡ് വൈ ഡോണ്ട് യു ഒബേ വാട്ട് ഐ സേ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല? ഞാനോ നിങ്ങളോട് പറയുന്നു, ഇന്ന് ഈ ഭൂമിയിൽ ഒത്തിരി സഭകളുണ്ട്. ഒന്നിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത രീതിയാണ്. പരസ്പരം അംഗീകരിക്കത്തില്ല, ക്ഷമിക്കത്തില്ല, പൊറുക്കത്തില്ല, സഹിക്കത്തില്ല. എന്നിട്ട് സ്വർഗത്ത് പോകാൻ കാത്തിരിക്കേ. മകനെ മകളെ നീ പൊങ്ങത്തില്ല. എങ്ങോട്ട്? മണവാളം വരുമ്പോൾ കൂടെ പോകത്തില്ല. ആ മണവാളനായി പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പഠിപ്പിച്ച കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചതെന്താ? പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കായുടെ സുവിശേഷം 6:28. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. എബ്രാപ്പച്ചനോട് ദൈവം പറഞ്ഞു, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. സ്തോത്രം. ഞങ്ങൾ എബ്രാപ്പച്ചന്റെ മക്കളാണെന്ന് അഭിമാനം കൊണ്ട് പറയുന്ന മകനെ മകളെ, ആ അപ്പൻ തന്റെ ജീവിതത്തിൽ ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു. അവരോടെല്ലാം ആ അപ്പൻ ക്ഷമിച്ചു. അപ്പന്റെ മക്കളാണെന്ന് പറയുന്ന നീ ക്ഷമിച്ചോ? ഇല്ലല്ലോ. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. അപ്പോൾ പലപ്പോഴും നമ്മളിലുള്ള ഈ വൈരാഗ്യത്തിന്റെ ദുരാത്മശക്തി താന്നു കൊടുക്കാൻ സമ്മതിക്കത്തില്ല. ഒന്നിങ്ങോട്ട് പറഞ്ഞാൽ 9 അങ്ങോട്ട് പറഞ്ഞിരിക്കും. അതാണ് എൻ്റെ കുടുംബ പാരമ്പര്യം എന്ന അഭിമാനം കൊള്ളുന്നവർ ഇപ്പോഴെന്നെ കേട്ടുകൊണ്ടിരിപ്പുണ്ട്. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. ഈ നേരം വെളുക്കട്ടെ ഏട്ടാ, നേരം വെളുക്കട്ടെ, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഉറങ്ങാൻ പോയ നീ ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ ദൈവം നിന്റെ മുൻപിൽ വന്ന് എന്ന് പറയണേ, നിന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. ഒരു വഴിക്ക് പോകാൻ ഇരുന്നപ്പോഴാണ് കർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഇങ്ങനെയൊക്കെ മറുതല തറുതല പറയുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. കർത്താവിന് അങ്ങനെയൊക്കെ പറയാം. അവരെന്നോട് ചെയ്തത് ഓർക്കുമ്പോൾ ഈ ജന്മത്തിൽ പൊറുക്കാൻ പറ്റത്തില്ല. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. ചില ദൈവദാസന്മാരുണ്ട്, വിശ്വാസികളെ ശപിക്കുന്നവർ. ഇവൻ പുരോഹിതന്മാരുണ്ട്, ജനത്തിനെ ശപിക്കുന്നവർ. എബ്രാപ്പച്ചനോട് എന്താ പറഞ്ഞ? നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കുമെന്നാ പറഞ്ഞ. അപ്പോൾ മറ്റുള്ളവരെ ശപിക്കാനായിട്ടുള്ള കൊട്ടേഷനുമായിട്ട് നീ നിൽക്കണ്ട. യുദ്ധം കർത്താവിനുള്ളതാണ്. പ്രതികാരം നീ തന്നെ എടുക്കാതെ കർത്താവിന് വിട്ടുകൊടുക്കും. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാ പറഞ്ഞ? പ്രാർത്ഥിപ്പാൻ. അങ്ങനെയുള്ളവരെ ഒരു സൈഡിൽ മാറ്റി നിർത്തിയിട്ട് ഈ പ്രാർത്ഥന കഴിയട്ടെ, ബാക്കി ഞാൻ തീർത്തേക്കാം എന്ന് പറയുന്ന, വ്യവസ്ഥ വെച്ച് പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. സ്തോത്രം. ഇങ്ങനെയുള്ളവർ കർത്താവിന്റെ വചനം ഏറ്റെടുത്ത് പ്രവർത്തിക്കാത്ത വ്യക്തികൾ സഭയിലുണ്ടാകും, പക്ഷെ നിത്യതയിൽ കാണത്തില്ല. 1 പത്രോസ് 3:9 പറയാണ്, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഓ പ്രൈസ് ദി ലോർഡ്. സഹോദര സഹോദരി, നമ്മളെ ദൈവം വിളിച്ചത് ശപിക്കാനല്ല, അനുഗ്രഹിക്കാനാണ്. ഈ ഒരു പെന്തക്കോസ് അനുഭവത്തിൽ വന്നൊന്നും ഒറ്റ കാരണത്താൽ നിന്റെ കുടുംബക്കാർ നിന്നെ ഒത്തിരി ശപിക്കുന്നുണ്ടാകാം. അവർ നിന്നെ ശപിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാം? നിന്നിൽ ഇരിക്കുന്ന ആത്മാവിനെ അവർക്ക് പേടിയാ. നിന്നോട് മിണ്ടാത്തതിന്റെ കാരണം നിന്റെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവർക്ക് പേടിയാ. അല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് അവര് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ട കൊണ്ടോ ചിന്ത കൊണ്ടോ മറ്റുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടോ നിന്നെ എന്ത് ചെയ്താലും, പത്രോസിന്റെ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അനുഗ്രഹിക്കും തോറും, മറ്റുള്ളവർ നിന്നെ ശപിക്കും തോറും നിനക്ക് അനുഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്തോത്രം. ഇത്തരത്തിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗിക തലത്തിൽ ഇറങ്ങി വന്ന് ദൈവവചനം ഏറ്റെടുക്കാതെ കണ്ട്, ദൈവമേ എന്നെ എൻ്റെ അതിരുകളെ വിശാലമാക്കണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ അതിരുകളൊക്കെ വിശാലമാകും. സ്തോത്രം. പക്ഷേ നിത്യതയിൽ കാണത്തില്ല. ഈ ഭൂമിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകാം, ശത്രുത ഉള്ളിൽ വെച്ചുകൊണ്ട്. സ്തോത്രം. എനിക്കാരോട് ശത്രുതയില്ല. സാധാരണ ചിലർ പറയുന്നത് എനിക്കാരോട് ശത്രുതയില്ല,
പക്ഷെ ഞാൻ മിണ്ടത്തില്ലെന്നേ ഉള്ളൂ. നമ്മൾ മിണ്ടാൻ പോകുമ്പോഴല്ലേ ഈ പ്രശ്നം. മിണ്ടായിരുന്നാ മതിയല്ല. എനിക്ക് ആരോട് ശത്രുതയില്ല, അതുകൊണ്ട് നമ്മൾ ഒന്നിനും പോകുന്നില്ല. പക്ഷെ ആ വാക്കിൽ തന്നെ ഇല്ല ഒരു ശത്രുത. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനോ ദൈവത്തിന്റെ ആ വചനം ശ്രദ്ധിക്കണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ അനുഗ്രഹം അനുഭവിക്കേണ്ടവനാണ്. അങ്ങനെ ദൈവം തരുന്ന അനുഗ്രഹം നിന്നിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ, ആ വിളിയിൽ നീ കൃപ ലഭിച്ചവനായി മുന്നോട്ട് പോകണമെങ്കിൽ, നിന്നെ ശപിക്കുന്നവരെയും നിനക്ക് ദോഷം ചെയ്യുന്നവരെയും നീ അനുഗ്രഹിക്കണം. 1 തെസ്സലോനിയൻസ് 5:15. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എത്ര പേര് ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം ജീവിക്കുന്നുണ്ട്? ഓരോ ഞായറാഴ്ചയും മകനെ മകളെ നിനക്ക് ആവശ്യമായിട്ടുള്ള സ്വർഗീയ മന്ന ദൈവം തരുന്നില്ലേ? നീ ആ വചനം കേട്ടിട്ട് തിരിച്ചു വരുന്നത് നിന്റെ പ്രതികാര മനോഭാവമായിട്ടല്ലേ? ചിലര് ചർച്ചിൽ ആരാധനയ്ക്ക് പോകും, പക്ഷെ ദൈവം അവിടെ കൊടുക്കുന്ന ആ മന്ന ചർച്ചിൽ തന്നെ ഇട്ടിട്ട് നീ പോരുന്നത് നിന്റെ വൈരാഗ്യവുമായിട്ടല്ലേ? പിന്നെ എങ്ങനെ നീ അനുഗ്രഹം പ്രാപിക്കും? നിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സം നീ തന്നെയാണ്, വേറെ ആരുമല്ല. നിനക്ക് മനസമാധാനം വേണമെങ്കിൽ അത് നീ തന്നെ അതിനൊരു തീരുമാനമെടുക്കും. യാക്കോസ്ലിയുടെ ലേഖനം 3:10 ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെയല്ലേ അവന്റെ ചായൽ സൃഷ്ടിക്കപ്പെട്ട സഹോദരനെയും സഹോദരിയും നീ ശപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അവരുടെ വേദന പങ്കുവയ്ക്കുകയായിരുന്നു. പെന്തക്കോസ് അനുഭവത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അമ്മത്തള്ള മരുമകൾ CSI വന്നത്, ഗർഭിണിയായിട്ടിരിക്കുകയാണ്. നിന്റെ ഉദരത്തിൽ കിടക്കുന്ന പിള്ള ചാപിള്ളയാകുന്നു. എന്റെ പൊന്ന് തള്ള അമ്മച്ചി, നിങ്ങൾക്ക് എങ്ങനെ തോന്നി? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ CSI മാർഗത്തിൽ നിന്ന് വന്ന ഈ മരുമകൾ ഇവർ വചനം പറഞ്ഞിട്ട് അവരനുസരിക്കും. നിങ്ങളെ എങ്ങനെ അവരനുസരിക്കും? നിങ്ങളുടെ ആ മുഖം കാണുമ്പോൾ തന്നെ സ്തോത്രം, നിങ്ങളുടെ മരുമകൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാത്തത് ഭാഗ്യം. സഭയിൽ ദൂതൻ, ശ്രദ്ധിക്കണേ, സഭയിൽ ദൂതൻ, പക്ഷെ വീട്ടിൽ ഭൂതമാണ്. അങ്ങനെ ഒത്തിരി പേര് സഭകളിൽ ഇരിപ്പുണ്ട്. ഒരു കാര്യം, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഇരിക്കും, പക്ഷേ നിങ്ങൾ നിത്യതയിൽ ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. യോപ്പച്ചൻ പറയാണ് 31:29, എന്റെ വൈരിയുടെ നാശത്തിങ്കൽ ഞാൻ സന്തോഷിക്കുകയോ അവന്റെ അനർത്ഥത്തിങ്കൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തില്ല. ഹല്ലേലൂയ. നമ്മുടെ സഭാചരിത്രത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യത്തെ രക്തസാക്ഷി സ്റ്റീഫനാണ്. ആ വിശുദ്ധൻ പ്രാർത്ഥിച്ചത് അപ്പോസ്തല പ്രവൃത്തി 7:60. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. സ്തോത്രം. എല്ലാവരും നിന്നെ അനുഗ്രഹിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം, പക്ഷെ വരുന്നത് ശാപവാക്കുകളാണെങ്കിൽ നീ പ്രയാസപ്പെടേണ്ട. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, നിന്നെ വിളിച്ചവൻ അനുഗ്രഹത്തിൻ്റെ ദാതാവാണ്. അവിടുന്ന് പറയുന്നത് വചനത്തിലൂടെ അത് ഏറ്റെടുത്താൽ അനുഗ്രഹം പ്രാപിക്കാം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സഭാവ്യത്യാസമന്യേ കർത്താവേ, ഈ മാറ്റമില്ലാത്ത സത്യം ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ദൈവമേ, നിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് തന്നെ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ശത്രുക്കളോട് വൈരാഗ്യം വെച്ചുകൊണ്ട് പെരുമാറാതെ അനീതിപരമായി ചെയ്തിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും ഒരു നീക്കുപോക്ക് വരുത്തി രമ്യതപ്പെട്ട് അവിടുത്തെ വരവിനായി ഒരുങ്ങിയിരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന. കൂട്ടായ്മയിൽ തന്നെയുള്ള സകല സ്പർദ്ധകളും വഴക്കുകളും മാറിപ്പോട്ടെ. മറ്റു സഭകൾക്കെതിരെ, അയൽവാസികൾക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആ ശത്രുതാ മനോഭാവം വിട്ടുമാറട്ടെ. സ്തോത്രം. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് കർത്താവെ തിരുസന്നിധിയിൽ വന്നു നിൽക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേലും വെച്ച് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്തിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യൗവനത്തിൽ തന്നെ അങ്ങേ അറിഞ്ഞ് അവിടുത്തോട് പറ്റിച്ചേർന്ന്
അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി ജീവിക്കാൻ അവരെ സഹായിക്കണം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ, മക്കളെ, ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ, അവർ അനുഗ്രഹിക്കുന്നവരായി മാറട്ടെ. ഇന്നത്തെ ദിനത്തിനായി നന്ദി. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ലാതു നിശ്ചയം വേഗം കാണുമെന്നാളേ. വ്യർത്ഥമല്ലാതു നിശ്ചയം വേഗം കാണുമെൻ മണാളനെ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ, പ്രത്യാശയൻ പ്രദീപമേ. യേശുവേ മണാളനെ, പ്രത്യാശയൻ പ്രദീപമേ.